എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ INSV കൗഡിന്യ ചരിത്രയാത്ര നടത്തി ദിവസങ്ങൾക്ക് മുൻപാണ് മസ്കറ്റിലെത്തിയത്. ഗംഭീര സ്വീകരണമായിരുന്നു INSV കൗഡിന്യയ്ക്ക് ലഭിച്ചത്. ഒരു ചിത്രമാണ് കടലിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത്. ചരിത്രത്തിലേക്കാണ് നങ്കൂരമിട്ടത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നതിൻ്റെ ആവർത്തനം. ഇന്ത്യയുടെ പുരാതന സമുദ്രയാത്രാ പൈതൃകം ലോകത്തിനു മുന്നിൽ വീണ്ടും അവതരിപ്പിച്ച് മസ്കറ്റിലെ സുൽത്താൻ ഖാബൂസ് തുറമുഖത്ത് എത്തി. INSV Container approaching almost to the shores of the Sultanate of Oman. Ladies and gentlemen, with a round of applause, let us welcome INSV Container! Can we have it together, please? INSV Container! വാട്ടർ സല്യൂട്ട് നൽകി ഒമാന്റെ ആദരം. അജന്ത ഗുഹയിലെ പുരാതന പെയിന്റിംഗ് മാതൃകയിൽ വികസിപ്പിച്ചെടുത്തതാണ് കപ്പൽ. സാമ്പത്തിക വിദഗ്ധനും ചരിത്രകാരനുമായ സഞ്ജീവ് സന്യാലാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നാവികസേനയും ഗോവ ആസ്ഥാനമായ കപ്പൽ നിർമ്മാണ കമ്പനി ഹോഡി ഇന്നോവേഷൻസും ചേർന്നാണ് INSV കൗഡിന്യയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. ആധുനിക എഞ്ചിനുകളോ ലോഹ ആണികളോ ഒന്നുമില്ലാതെ പൂർണ്ണമായും കാറ്റിൻ്റെ ദിശയും പായകളും ഉപയോഗിച്ചാണ് കപ്പൽ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ബേപ്പൂരിലെ ബാബു ശങ്കറിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ പരമ്പരാഗത കപ്പൽ നിർമ്മാണ തൊഴിലാളികളാണ് കപ്പൽ നിർമ്മിച്ചത്. 65 അടി നീളവും 22 അടി വീതിയും 13 അടി ഉയരവും 50 ടൺ ഭാരവുമാണ് പായ്ക്കപ്പലിനുള്ളത്. കരിമരുത്, തേക്ക്, ആഞ്ഞിലി, പ്ലാവ് എന്നീ മരങ്ങളുടെ തടികളാണ് പായ്ക്കപ്പലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. കപ്പലിന്റെ പലകകൾ തമ്മിൽ ലോഹ ആണി ഉപയോഗിക്കാതെ ചകിരിയും കയറും ഉപയോഗിച്ച് തുന്നിച്ചേർക്കുകയായിരുന്നു. വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാൻ പഞ്ഞിയും എണ്ണകളും പ്രകൃതിദത്ത റെസിനുകളും ഉപയോഗിച്ചിരുന്നു. കൊങ്കൺ തീരം ഭരിച്ചിരുന്ന കദംബ രാജവംശത്തിൻ്റെ രാജകീയ ചിഹ്നമായ കല്ലാണ് നങ്കൂരത്തെ അലങ്കരിക്കുന്നത്. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഡിസംബർ 29 പുറപ്പെട്ട് പരമ്പരാഗത സമുദ്രപാതയിലൂടെ സഞ്ചരിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത്. 5000 വർഷം മുൻപ് ഗൾഫിലേക്ക് ചരക്കുമായി പോയിരുന്ന സമുദ്രപാതയിലൂടെ 18 ദിവസം നീണ്ട സഞ്ചാരം. ഇന്ത്യയുടെ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ മസ്കറ്റിൽ കപ്പലിനെയും ജീവനക്കാരെയും സ്വീകരിച്ചു. കമാൻഡർ വികാസ് ഷിയോറിന്റെ നേതൃത്വത്തിൽ 15 നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. A very historic event is taking place for both the nations, India and Oman.
our very own heritage and maritime legacy is being showcased today with this Indian naval sailing vessel, Kaundinya, which is a fabrication of an ancient prehistoric times when India subcontinent was conducting extensive trade and people-to-people relations with the entire Oman and beyond region. തുറമുഖത്ത് സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ കാസിമൽ ബുസൈദി, ഇന്ത്യൻ നാവികസേന, ഒമാൻ റോയൽ നേവി, റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ്, മറ്റു മന്ത്രാലയങ്ങൾ എന്നിവയിലെ മുതിർന്ന വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ മേഖലയിൽ നിന്നുള്ള ഇന്ത്യൻ സമൂഹം കപ്പലിനെ ആവേശത്തോടെ സ്വീകരിച്ചു. Especially the Indian community and the Omani community, which has gathered here in huge numbers to give a very warm welcome reception to INSV Kaundinya, because it is symbolic of the ancient relationship between the two countries, which predates the treaties and the formal diplomatic relations, and celebrates a maritime heritage where sailors ventured into unknown territories and yet reached each other's shores. So that inherent trust between the two people is being celebrated here today. ഇന്ത്യയും ഒമാനും തമ്മിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധത്തിന്റെ അടയാളം കൂടിയാണ് INSV കൗഡിന്യ എന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏക തുന്നൽ കപ്പലാണ് INSV കൗഡിന്യ. ഇന്ത്യ ലോകത്തിനായി സമ്മാനിച്ച നിരവധി അത്ഭുതങ്ങളിലൊന്ന്. ടെക്നോളജി എത്ര വളർന്നാലും ആരെയും വിസ്മയിപ്പിക്കുന്നവ. അതിൻ്റെ നേർസാക്ഷ്യമാണ് ഇക്കാഴ്ച. സർപ്രൈസുകളും സമ്മാനങ്ങളും രണ്ടും നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സർപ്രൈസായി സമ്മാനം ലഭിച്ചാലോ? കലക്കുമല്ലേ? അങ്ങനെ സർപ്രൈസായി സമ്മാനമൊരുക്കി കയ്യിൽ കൊണ്ടു തരുന്ന രണ്ട് സുഹൃത്തുക്കളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അനുശ്രീയും രേവതിയും ഇരുവരും തൃശ്ശൂറുകാർ. ചെറുപ്പം മുതലേയുള്ള സുഹൃത്തുക്കൾ. രണ്ടാളും ഇപ്പോൾ ദുബായിലുണ്ട്. ഇഷ്ടവിനോദം ഹാംബറുകൾ ഉണ്ടാക്കൽ. ഇരുവരും ചെറുപ്പത്തിൽ സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് സ്വന്തമായി നിർമ്മിച്ച സ്പെഷ്യൽ ഐറ്റംസ് ആയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പിന്തുണ കൂടിയായപ്പോൾ ആ കഴിവ് ആൻഡ്രേ ഗിഫ്റ്റ്സായി പിറവിയെടുത്തു. അങ്ങനെ ചുമ്മാതൊരു ബിസിനസ് അല്ല ഇവർക്കിത്. നമ്മൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. നമുക്ക് പക്ഷെ അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വെച്ച് മീറ്റപ്പ് ചെയ്തു. മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി അങ്ങനെ മീറ്റപ്പ് ചെയ്ത് പിന്നെ നമ്മൾ ഫ്രണ്ട്സായി നടന്നു. ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ഇതുണ്ടായില്ല. ഇവൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്, എനിക്കും ഉണ്ട് കുറച്ചൊക്കെ. ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അതെ ഇങ്ങനെ ക്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കണത് കണ്ടു. പിന്നെ ഞാനും അത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇങ്ങനെ മീൻസ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കൊടുക്കണം, ഇതിങ്ങനെ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരിങ്ങനെ വീഡിയോ കാണുമായിരുന്നു. ക്രേസി ആർട്ട് അവരുടെ പേജ് ശരിക്കും നല്ലൊരു ക്യാച്ച് ആയിരുന്നു നമുക്ക്.
അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആയി. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നി. അപ്പോൾ നമ്മൾ രണ്ടുപേരും പ്ലാൻ ഇട്ട് നമുക്ക് ചെയ്താലോ, വീഡിയോസ് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കണതും വീഡിയോ എടുക്കണതും കൊണ്ടു കൊടുക്കണതും ഒക്കെ ഞങ്ങൾ തന്നെ. പക്ഷെ ചെയ്യണം എന്ന് പ്ലാൻ ഉണ്ടായിട്ട് കുറച്ച് നാളായിരുന്നു. കാരണം നമുക്ക് മെറ്റീരിയൽസ് പിന്നെ എന്തൊക്കെ ഇവിടെ കാര്യങ്ങൾ വേണം എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനം കുറച്ച് വിത്തിൻ ഫ്യൂ മന്ത്സ് മാർച്ചിനുള്ളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഇയർ. അനുശ്രീ അധ്യാപികയാണ്, രേവതി അക്കൗണ്ടന്റും. പകൽ ജോലി കഴിഞ്ഞാൽ ഇരുവരും ഒത്തുകൂടും. അന്നത്തെ കഥകളൊക്കെ പറഞ്ഞ് ജോലിയുടെ ടെൻഷൻ ഇറക്കി വെച്ച് അവരുടെ ലോകത്തേക്ക് പോകും. പലതരത്തിലുള്ള ഹാമ്പറുകൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ആഘോഷങ്ങൾ എന്തായാലും അതിനനുസരിച്ചുള്ള ഹാമ്പറുകൾ റെഡി. നമ്മുടെ ഉള്ളിലുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ്. ഞാനൊക്കെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം, എന്തെങ്കിലും ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കണതാണ്. അറിയാലോ, ഫാമിലി പൈസ തരില്ല, ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ തരില്ല. അപ്പം ഞാൻ ഓരോന്ന് ഉണ്ടാക്കും, അതൊക്കെ ഉണ്ടാക്കി ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഇവൾക്കും ഇഷ്ടം അങ്ങനെ. അപ്പോൾ ഇവൾ എന്നോട് ചോദിക്കുന്നത്, ചേച്ചി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമോ, നല്ല രസമുണ്ട്, എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ യൂട്യൂബ് ഇങ്ങനെ ഓരോന്ന് നോക്കി ഉണ്ടാക്കണം. ഇപ്പോൾ വല്ല ക്രിസ്മസ് ഫ്രണ്ട് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ, അതേപോലെ വല്ല ബർത്ത്ഡേക്ക് അങ്ങനെ വല്ല ഗിഫ്റ്റ് ഹാൻഡ് മെയ്ഡിന് കുറച്ച് കൂടിയും നമ്മൾ പുറത്തുനിന്ന് മേടിക്കണേക്കാൾ ഒരു വാല്യൂ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്. പിന്നെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ക്ലാസ്സസ് പോയിട്ടുണ്ട് ചെറുതിലും, ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ല. പക്ഷെ പിന്നീട് വന്നപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വന്നായിരുന്നത്. ഈ കാണുന്നത് ഒരു വൈൻ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് ഹാമ്പറിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ എന്നല്ല, പലതവണ നോക്കിയാലും കണ്ടുപിടിക്കാൻ പ്രയാസം. ഹാമ്പറുകൾ വെറുതെ അങ്ങ് കൊണ്ടു കൊടുക്കുന്നതല്ല ഇവരുടെ രീതി. ആർക്കാണോ ഹാമ്പറുകൾ കൊടുക്കേണ്ടത് അവർക്ക് ചെറിയ പണിയൊക്കെ കൊടുത്ത് ടാസ്കൊക്കെ ചെയ്യിപ്പിച്ച് സർപ്രൈസ് ആയിട്ടാണ് ഗിഫ്റ്റുകൾ കൈമാറുന്നത്. ഗിഫ്റ്റ് കിട്ടുന്നവരുടെ ആ നേരത്തെ സന്തോഷമാണ് ഇവരുടെ സംതൃപ്തി. ഇവരിൽ നിന്ന് കുറെ ഞെട്ടിക്കൽസ് അങ്ങനെ പലർക്കും കിട്ടിയിട്ടുണ്ട്. ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ആരായിരിക്കും അറിയോ? ചേച്ചി. അതെ. ഹാപ്പി ആയോ? ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്? ഒരു ഗിഫ്റ്റ് കൂടി. മെയിൻലി സർപ്രൈസ് ചെയ്യുമ്പോൾ നമ്മളെ ക്ലയൻസിന് ഉണ്ടാകുന്ന ഹാപ്പിനെസ്, പിന്നെ ഇവരുടെ ഹാപ്പിനെസ്, അത് ഭയങ്കര ചിലർക്കൊക്കെ കണ്ടു നിറഞ്ഞു. കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഇന്ന ആളാണ്, ഒട്ടുമിക്കവർക്കും ഗസ് ചെയ്യാൻ പറ്റും. കാരണം അവർക്കറിയാം ഇന്നൊരാൾ ആണ് സ്പെഷ്യൽ, തരാനുള്ളവരാരാന്ന് അറിയാലോ. അപ്പോൾ അവർ പറയും ചെയ്യും, ഇന്ന ആളെ തന്നേന്നുള്ളത് പറയും. ചിലർ മാത്രമാണ് ആരായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ. അവരുടെ ഫാമിലി തന്നെ പറയും ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്താൽ മതി, അപ്പോൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാം. അവർ ചിലപ്പോൾ അവരുടെ ബർത്ത്ഡേക്ക് വല്ല മോളിലേക്ക് പോകും, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോകും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ തന്നെ ഇങ്ങനെ അടുത്തിരിക്കും അറിയാത്ത പോലെ. അപ്പോഴാവും നമ്മൾ ചെന്നിട്ട് സർപ്രൈസ് ചെയ്യുക. അപ്പോൾ അവർക്ക് തീരെയില്ല. അപ്പോൾ അവർ ആദ്യം വിചാരിക്കുന്നത് മുമ്പിലുള്ളവർ തന്ന പണിയാണോ അതോ അല്ലെങ്കിൽ എവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഗസ് ചെയ്യിപ്പിക്കും നമ്മളെ അവരെ കൊണ്ട്. അങ്ങനെ അവർ പറയും. ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒരു പാർക്കിലിരിക്കുകയായിരുന്നു, ഫ്രണ്ട്സ് ത്രൂ വരാൻ പറഞ്ഞ് നമ്മളിങ്ങനെ യൂട്യൂബ് വ്ളോഗറാന്നൊക്കെ പറഞ്ഞ് അപ്രോച്ച് ചെയ്ത് ഓരോരോ ടാസ്ക് കൊടുക്കും. ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചെയ്യും. ഇവർക്ക് അറിയില്ലല്ലോ നമ്മൾ ഗിഫ്റ്റൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. എന്നിട്ട് ടങ് ട്വിസ്റ്ററാണ് ടാസ്ക് കൊടുത്തത്. ടാസ്ക് കൊടുത്തപ്പോൾ ഇവർ ചെയ്തു. എന്നിട്ട് ഓക്കെ നമ്മൾ ഗിഫ്റ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഹാപ്പി ആനിവേഴ്സറി ആണെങ്കിൽ അത് പറയും, ബർത്ത്ഡേ ആണെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ അവരെ ഇതെന്താ എന്നൊക്കെ പറയും. പറഞ്ഞു ഇന്ന് എന്റെ ആനിവേഴ്സറി ആണ്. ആള് വിചാരിച്ചത് ചേച്ചിയുടെ ആനിവേഴ്സറി ആണ്. ആള് വിചാരിച്ചു ഞാനാ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ആനിവേഴ്സറി ആണെന്ന് വിചാരിച്ചു.
കേരളത്തിൽ നിന്നാണ് അധികവും ഓർഡറുകൾ വരാറുള്ളത്. ദുബായിൽ നിന്നും UK-യിൽ നിന്നുമൊക്കെ ഇപ്പോൾ ആവശ്യക്കാർ തേടി വരാറുണ്ട്. നാട്ടിൽ നിന്നാണ് കൂടുതലും, പിന്നെ ഇവിടെയും ഉണ്ട് അത്യാവശ്യം. പിന്നെ പുറത്തു നിന്നൊക്കെ വരും, അവരുടെ ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും വൈഫ് ഹസ്ബൻഡിനൊക്കെ കൊടുക്കാനൊക്കെ വരും. നമുക്ക് ഇവിടെ കിട്ടുന്നതെല്ലാം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യും. എന്തൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ലൈക്ക് പെർഫ്യൂംസ്, കേക്ക്സ്, അങ്ങനെയൊക്കെയാണ് കൂടുതലും. ചിലർ മാത്രം ഇപ്പോൾ നമുക്ക് മെറ്റേണിറ്റി ഒരു ഉണ്ടായിരുന്നു, അത് ബേബി ഷവറിന് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ ഗേള് ബോയ് തീം വെച്ചിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഗ്നൻസി ഗിഫ്റ്റ്, അതിൽ പ്രഗ്നൻസി ക്രേവിങ്സ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഹാമ്പർ സെറ്റ് ചെയ്തിരുന്നു. പിന്നെ എൻഗേജ്മെന്റ്, ദുബായിൽ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇതിന് ഫുൾ ചോക്ലേറ്റ് ഹാമ്പറും ഫുൾ ഒരു വലിയൊരു ബൊക്കയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബൊക്കെ റോസ് ബൊക്കെ, ചോക്ലേറ്റ് ബൊക്കെ, ഇതൊക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ബൊക്കെയൊക്കെ ചെയ്യും. പിന്നെ ഈ കോളേജിലുള്ള സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഇല്ല, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്യും. ഒപ്പിക്കൽ പരിപാടികളോട് ഇരുവർക്കും താല്പര്യമില്ല. സമയമെടുത്ത് നന്നായി മാത്രമേ ഓരോ വർക്കും ചെയ്യുകയുള്ളൂ എന്ന വാശിയുമുണ്ട്. കിട്ടിയ കഴിവ് പരമാവധി പോളിഷ് ചെയ്ത് നന്നാക്കണം. ഓരോ വർക്കിലും തങ്ങളുടെ കരവിരുത് പ്രകടമാകണം. അത് കൈപ്പറ്റുന്നയാളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയണം. ഇതാണ് ഈ കൂട്ടുകാരുടെ ആഗ്രഹം. മോർ ദാൻ ഹാപ്പിനെസ് ആണ്. കാരണം നമുക്ക് വേറൊരാളുടെ ഒരു സന്തോഷം കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് നമുക്ക് എന്താ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരാളെ ഹാപ്പി ആക്കാൻ പറ്റി നമ്മൾ കാരണം, ആ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. ഇത് ഓരോ ഗിഫ്റ്റും ഞങ്ങൾ ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആയിട്ടാണ്, നമ്മളൊന്നും മറന്നിട്ടില്ല ഗിഫ്റ്റ് ചെയ്തതൊക്കെ. അത്രയും സ്പെഷ്യലാണ്, നമുക്ക് ഭയങ്കര ഹാപ്പി. അവർ വഴി തന്നെ നമുക്ക് ആക്ച്വലി നമ്മുടെ കസ്റ്റമേഴ്സ് വഴി തന്നെ നമുക്ക് കുറെ കസ്റ്റമേഴ്സും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഒമാനിൽ ഇപ്പോൾ മസ്കറ്റ് നൈറ്റ്സിൻ്റെ കാലമാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വാർഷിക ശീതകാലോത്സവം. ഏവരും കാത്തിരുന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവം. മസ്കറ്റ് നൈറ്റ്സിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി. മസ്കറ്റിൻ്റെ രാവുകൾക്ക് ഇപ്പോൾ ഉറക്കമില്ല. 2 ആഴ്ച മുൻപ് തുടങ്ങിയ ആഘോഷങ്ങൾ അങ്ങനെ കൊട്ടിക്കയറുകയാണ്. കലയും സംസ്കാരവും വിജ്ഞാനവും വിനോദവും ഇൻഫോർടൈൻമെൻറ്റുമെല്ലാം ചേർന്നൊരു ഉത്സവത്തിന് സാക്ഷിയാവുകയാണ് നഗരം. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരേ രീതിയിൽ ആഘോഷമാക്കുന്ന ഉത്സവം. വർഷാവർഷം കാത്തിരുന്ന് കൊണ്ടാടുന്ന ഉത്സവം. ഖുറം നാച്ചുറൽ പാർക്ക്, ആമിറാത്ത് പബ്ലിക് പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, റോയൽ ഓപ്പറ ഹൗസ്, സ്വീപ് ബീച്ച്, കുറിയാറ്റ് വിലായത്ത്, വാദി അൽ ഹൂദ്, ഷോപ്പിംഗ് മാൾസ് എന്നിങ്ങനെ 8 ഫെസ്റ്റിവൽ വേദികൾ. ഒമാന്റെ ചരിത്രപരമായ ഭൂതകാലത്തേക്ക് വിരൽ ചൂണ്ടുന്ന കാഴ്ചകളാണ് ആമിറാത്ത് പബ്ലിക് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, പരമ്പരാഗത സൂക്കുകൾ തുടങ്ങിയവ ഇവിടെ കാണാൻ കഴിയും. കരിമരുന്ന് പ്രയോഗത്തിലൂടെ ആകാശത്ത് കാഴ്ചകളുടെ വസന്തം വിരിയിക്കുന്നത് കാണാൻ ആമിറാത്ത് പബ്ലിക് പാർക്കിലെത്തണം. ഞങ്ങൾ മസ്കറ്റിൽ താമസിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബർ ജനുവരി മാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. കാരണം ചൂടൊക്കെ കുറഞ്ഞ് നമുക്ക് പുറത്തിറങ്ങി മസ്കറ്റിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന സമയമാണ്.
അതേ സമയത്ത് തന്നെയാണ് മസ്കറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രത്യേക ദിവസങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് പുറത്ത് വന്ന് ഒരുപാട് എൻജോയ് ചെയ്യാനും കുട്ടികൾക്കൊക്കെ കളിക്കാനും അവരുടെ സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് മസ്കറ്റ് നൈറ്റ്സ്. ഇത് ഒരുക്കുന്ന മസ്കറ്റ് മുനിസിപ്പാലിറ്റിക്കും സർക്കാരിനൊക്കെ ഞങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ഓരോ മസ്കറ്റ് നൈറ്റ്സും കടന്നു പോകാറുള്ളത്. ഓരോ മസ്കറ്റ് നൈറ്റ്സ് വരാനും നമ്മൾ ശരിക്കും ഒരു വർഷം മൊത്തം കാത്തിരുന്ന് ഡിസംബർ വരാൻ കാത്തിരിക്കാറുണ്ട്. ആമിറാത്ത് പാർക്കിൽ ഹെറിറ്റേജ് വില്ലേജ് ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രിക് ഗെയിംസ്, AR/VR ഷോ, തിയേറ്റർ ആക്ടിവിറ്റീസ് തുടങ്ങിയവയും ആമിറാത്ത് പാർക്കിലേക്ക് ആളുകളെ എത്തിക്കുന്നു. ഞങ്ങൾ മസ്കറ്റ് നൈറ്റിന് ഇന്ന് ആദ്യമായിട്ട് കോർത്താണ് തന്നിരിക്കുന്നത്. നല്ല ക്ലൈമറ്റാണ് ഇവിടുത്തെ, നല്ല ഷോയാണ്. ഡ്രോൺ ഷോ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കുടുംബമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല ഷോയാണ്, നല്ലതാണ് മസ്കറ്റ് നൈറ്റ്. We are enjoying the Muscat Nights and they have organized very well manner and we are enjoying tonight and all our friends are with us now and everyone is enjoying. Hip hip hooray! മസ്കറ്റ് നൈറ്റ്സ് ആദ്യമായിട്ടാണ് ഈ വർഷമാണ് ഞാൻ ഇതിലോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ 6 സ്ഥലത്തോ 7 സ്ഥലത്തോ കണ്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ അമരാത്ത് ഈ സ്ഥലത്ത് അധികം കൂടുതൽ നന്നായിട്ടുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ് ഷോ കാണാൻ ഖുറം നാച്ചുറൽ പാർക്കിൽ വരണം. ഖുറം നാച്ചുറൽ പാർക്കിന്റെ ഹൃദയഭാഗത്തുള്ള തടാകത്തിൽ സംഗീതവും വെളിച്ചവും ചേർന്ന വർണ്ണവിസ്മയമാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. പാർക്കിൽ ഓരോ രാത്രിയും ഡ്രോൺ ലൈറ്റ് ഷോകൾ നടക്കുന്നുണ്ട്. ഖുറം പാർക്കിലാണുള്ളത്. പല സ്റ്റേജിലായിട്ട് പല സ്ഥലത്തായിട്ടാണ് ഈ മസ്കറ്റ് നൈറ്റ്സ് നടക്കുന്നത്. ഇവിടെ നമുക്ക് മെയിനായിട്ടും ലൈറ്റ് ഷോ ഉണ്ട്, ഡ്രോൺ ഷോ ഉണ്ട്. പാർക്കിലെ മസ്കറ്റ് നൈറ്റ്സ് ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണം ഫുഡ് ഫെസ്റ്റിവലാണ്. ലെബനൻ മുതൽ ആഫ്രിക്കൻ വരെയും ഏഷ്യ, ബ്രിട്ടീഷ് ഫുഡ് സ്റ്റാളുകളും ഇവിടെയുണ്ട്. തങ്ങളുടെ പ്രദേശത്തെ യഥാർത്ഥ രുചിയാണ് ഇവരെല്ലാം അവതരിപ്പിക്കുന്നത്. ചെമ്പുപാത്രത്തിൽ തയ്യാറാക്കുന്ന ഒമാനി ഹൽവ, ക്ഷമ, പൈതൃകം, ഉദാരത എന്നിവയുടെ എല്ലാം കഥ ഒമാനി ഹൽവ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര സർക്കസ് പ്രകടനങ്ങൾ, അക്രോബാറ്റിക് പ്രകടനങ്ങൾ, റോപ്പ് ക്ലൈംബിംഗ്, സിപ്പ് ലൈൻ തുടങ്ങി സാഹസികതയ്ക്ക് പേരുകേട്ട വേദിയാണ് വാദി അൽ ഹൂദ്. ഹലുവയൊക്കെ അടിപൊളിയാണ്, സൂപ്പർ ഹലുവയാണ്. ഹലുവയൊക്കെ കഴിക്കണച്ചാൽ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഹലുവയും കിട്ടും. നല്ല ഇവരുടെ ഒമാനി ട്രഡീഷണൽ ഹലുവ. മോട്ടോർ സ്പോർട്സ് പ്രേമികൾക്ക് പ്രിയപ്പെട്ട മസ്കറ്റ് നൈറ്റ്സ് ഇടങ്ങൾ ഒമാൻ ഓട്ടോമൊബൈൽ ഗ്രൗണ്ടുകളാണ്. പ്രിസിഷൻ, സ്പീഡ് ഷൂട്ടിംഗ്, ടീമിനങ്ങൾ എന്നിവ ഇവിടെ നടക്കും. ഡ്രാഗ് റേസിംഗ്, ഓഫ് റോഡ് ഡെമോൺസ്ട്രേഷൻ എന്നിവയും നടക്കുന്നുണ്ട്. വിൻറ്റേജ് വാഹനങ്ങളുടെ പ്രദർശനം കാണാനും ആളുകളേറെയാണ്. സ്വീപ് ബീച്ചിലെത്തിയാൽ വാട്ടർ ഗെയിമുകളിൽ പങ്കെടുക്കാം. മണൽ കൊട്ടാര നിർമ്മാണം എന്നിവയാണ് പ്രധാനമായുമുള്ളത്. 6 ലക്ഷത്തിലധികം പേർ ഇതുവരെ മസ്കറ്റ് നൈറ്റ്സിന്റെ ഭാഗമായി കഴിഞ്ഞു. എല്ലാ വേദിയിലും വലിയ തിരക്കാണുള്ളത്. വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെയാണ് പ്രവേശനം. We are a small family from Germany and Switzerland. We just came to Oman the first time and today we are here Muscat Nights. It's very nice also for the children. They love to play around. We enjoy the food, the music and all the shows that we see around. ലക്ഷത്തിലധികം പേർ എത്തുമെന്നാണ് ഒമാൻ അതോറിറ്റിയുടെ കണക്ക്. ഈ കണക്കുകൂട്ടൽ തെറ്റിച്ച് കൂടുതൽ ആളുകൾ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഒമാന്റെ എല്ലാ ഭാഗത്തു നിന്നും മസ്കറ്റ് നൈറ്റ്സിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. രാജ്യാതിർത്തി താണ്ടി മസ്കറ്റ് നൈറ്റ്സ് ആസ്വദിക്കാൻ എത്തുന്നവരുടെ എണ്ണവും കൂടുന്നു. ജനുവരി 31 വരെ മസ്കറ്റിന്റെ രാവുകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കും.
അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം